ബാംഗ്ലൂര്, മൈസൂര്, ഊട്ടി ഒക്കെ ചട്ടിയായി. ഒന്നിനും പോയില്ല. അതെ, മനഃപൂർവ്വമുള്ള ആഘോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് രണ്ടും ഒന്നല്ലേ. പോലീസുകാർ കടർപ്പിക്കാൻ തുടങ്ങി. പോലീസുകാർ 10 മണി വരെ പെർമിറ്റ് കൊടുത്തിട്ടുള്ളൂ. ചീത്തറച്ചിൽ തുടങ്ങി. ഇപ്പൊ 2 കുപ്പി വാങ്ങിച്ചാ മതിയല്ലേ? അതല്ല, 7-Upന്റെ കുപ്പി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2024 ആയതുകൊണ്ടാണ് ഇത്ര എനർജി. അതോ സോറി പപ്പ, തട്ടി. ഞങ്ങൾ കട അടിച്ചിട്ട് ഞങ്ങൾ രാത്രി കറങ്ങാൻ പോവാണ്. വേറെ ലെവല് കറക്കല്ലേ പപ്പ? മാനം കെട്ടി ഞങ്ങൾ ഇറക്കും, കറക്കും. എവിടെ കട കാണണം അവിടെ നിർത്തിയിട്ട് കറക്കും. ഹലോ, അപ്പൊ നമ്മള് ന്യൂ ഇയർ ആയിട്ട് രാത്രി എവിടെയെങ്കിലും കറങ്ങാൻ പോവാണ്. ലക്ഷ്യമില്ല, കൊറേ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഗോവ, ബാംഗ്ലൂര്, മൈസൂര്, ഊട്ടി ഒക്കെ ചട്ടിയായി. ഒന്നിനും പോയില്ല. അതൊന്നും നീ പറയല്ലേ. അപ്പൊ എന്തായാലും പോണെന്ന് വാശിയിലേനു. സോള് പോയിട്ടുണ്ട് അല്ലേ, പാവല്ലേ. പിന്നെ നമ്മള് ശിവന്റെ ആദ്യത്തെ ന്യൂ ഇയർ ആണ്. സോ നമ്മളിത് ആഘോഷിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലേ ശിവ? ആരോട് പറയാൻ? അപ്പോ നമ്മൾ എന്തായാലും ഇതൊന്ന് ആഘോഷിച്ചിരിക്കും. അറിയില്ല. പക്ഷെ എന്താ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടൊക്കെ മിക്ക സ്ഥലത്തും 10 മണി വരെ പെർമിറ്റ് ഉള്ളൂ. കടകൾ വരെ 10 മണിക്ക് അടക്കും എന്നുള്ളതാണ്. പോവും. എനിക്കാണെങ്കിൽ പമ്പുകൾ എന്തോ ഒരു സമരം എന്തോ ഉണ്ട്. നിങ്ങൾ പോയാൽ മതി. ഇന്റെ പെണ്ണുങ്ങൾ ഇന്നെ നോക്കണ്ട കേട്ടാ. അയ്യേ, ഓലെ കൂടെ നമ്മളായിട്ട് കൂരും, നമ്മളായിട്ട് പോകുന്നു. അങ്ങനെ പറഞ്ഞിട്ടോ പപ്പ? നീ പോകും. ഓക്കെ. അപ്പൊ പപ്പ ഇപ്പൊ തന്നെ ജീവ പൈസ നമുക്ക് നോക്കണ്ടോക്ക്. ഉണ്ടക്കണ്ണിട്ട് നോക്കണ്ട്. പൈസ തരൂല, പെരുന്നാക്കായിക്കാണ് പപ്പ തരല്ലേ. ഓക്കെ. അപ്പൊ ഇങ്ങനെ കൈ നീട്ടി നിന്നോണ്ടി. 2-3 അട്ടൊക്കെ നീട്ടിക്കോണ്ടി. ചിലപ്പോ 2 8 ചിലപ്പോ 2 8 തരലുണ്ട് പപ്പ. അപ്പൊ നമുക്ക് എന്തായാലും പോണ വഴിക്ക് എന്താണ് വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ പോവാം. ഇനി വർത്താനില്ല. പൈസ എനിക്ക് ഉത്തരക്കണം. ന്യൂ ഇയർ കഴിയും പപ്പ. ബാ, നേരെ 10 മണി ആയില്ലേ? 12 മണിക്കല്ലേ ന്യൂ ഇയർ? പോണ വയ്ക്ക് എന്തായാലൊക്കെ തിന്നിട്ട് പോവാ. അത് തന്നെ സാധാരണ ന്യൂ ഇയർ ഒന്നുമല്ല. അല്ലെങ്കിൽ നമ്മളെന്താ കാട്ടില്ല, അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ന്യൂ ഇയർക്ക്. നമുക്ക് പ്രത്യേകിച്ച് ന്യൂ ഇയർ ഒന്നും ഇല്ല. ന്യൂ ഇയർ ആഘോഷിച്ച് പറഞ്ഞാണ്ട് കമന്റിലൊന്ന് പൊങ്കാലിടണ്ട. അതെ, മനഃപൂർവ്വമുള്ള ആഘോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് രണ്ടും ഒന്നല്ലേ. വെറുതെ നിങ്ങൾ പോകാൻ പോയിട്ട് കിട്ടാത്ത അങ്ങനെ വേണം. പാവട്ട എപ്പോഴും കിട്ടിയിട്ടില്ല. അതല്ലേ ലാസ്റ്റ് വീഡിയോയില് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇട്ടിക്കണേ, പോയി സൈബർ സെല്ലിൽ കേസ് കൊടുക്കൂ, പോയി അത് ഇതൊക്കെ എപ്പോഴോ ചെയ്തിക്കണേ, ഇതുവരെ കിട്ടിയിട്ടില്ല. കെട്ടിപ്പിടിച്ചൊരു ഉമ്മനാണ് അല്ലേ. ഓക്കെ, അപ്പൊ ആളെ കിട്ടട്ടെ നമുക്ക് ആശംസിക്കാം. ഇനി 2024 കിട്ടട്ടെ. 2023 പോയി. ആര് ഫോണോ ഞാനോ? ഞാൻ വാക്ക് പറഞ്ഞേ, നമ്മൾ വാങ്ങും ഇൻഷാ അല്ലാ. ഈ മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം ആവട്ടെ. അതാ. അപ്പൊ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. ആ ബാഗ് എടുത്തേക്കണ്. കുട്ടി അതിനേശം എന്റെ ഗതികേട് ഇങ്ങനെയാണ്. ബാഗ് കൊടുക്കണം ഞാന്. കുട്ടിയാണെങ്കിൽ ഇന്റെ അടുത്ത് കയറില്ല, അല്ലെങ്കിൽ കുട്ടീനെ ഞാൻ എടുത്താൽ മതി. അപ്പൊ നമ്മള് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോവാണ്. ഇതായിട്ട് ഗൈസ് നമ്മൾ ഇപ്പോഴത്തെ ഡിസ്പ്ലേ, ലേറ്റസ്റ്റ് ഡിസ്പ്ലേ വെസ്റ്റേണ്. ഇത് ജുബിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇത് ഓക്കെ. ഇതൊക്കെ വേണ്ടത് ഷോപ്പിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പപ്പ അയച്ചു തരും കേട്ടോ. എന്തായാലും ഇറങ്ങി ക്ലോസ് ചെയ്യും. അപ്പൊ ഗൈസ്, ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മോമോസ് കഴിക്കാൻ വന്നതാണ്. ഹാപ്പി ന്യൂ ഇയർ അല്ല, ഹാപ്പി ന്യൂ ഇയർ ആണ്. അയ്യേ, മോമോസ് നിന്നക്കാണ്ട ന്യൂ ഇയർ ആഘോഷിക്കല്. എനിക്ക് വേണ്ടല്ലോ. അത് നിങ്ങൾക്ക് ചീസിന്റെ പറഞ്ഞേ, നിങ്ങളിത് കഴിക്കണമെന്നില്ല, ബുദ്ധിമുട്ടണ്ട. വേണ്ട, എന്നാലും നോക്കൂ. നമ്മൾ വന്നിട്ടുള്ള പുത്തൂരാണ് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത തിരക്കാണ്.
അത് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് ഇട്ടതാണോന്ന് അറിയില്ല. എന്താണെങ്കിലും ഉള്ളാക്കിട്ടിട്ടാണ് പോണത്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ സ്പെഷ്യൽ ചീസ് മോമോസ് വന്നിരിക്കണം കേട്ടോ. ഞങ്ങളെ ഫേവറേറ്റ് ആണ്. ഞാനും ജുബി എപ്പോഴും വന്ന് കഴിക്കലുണ്ട്. പപ്പക്ക് ഇഷ്ടമായോ? രസമല്ലേ? അടിപൊളി. പപ്പ അങ്ങനെ ഇങ്ങനെ ഒന്നും സമ്മതിച്ചു തരാത്ത ഒരാളാണ്. ഉമ്മാക്ക് ഇഷ്ടമായി? ഓക്കെ. അതല്ല, അത് ഫ്രൈഡ് ആണ്. ഇത് കഴിക്കും. ഓക്കെ ഗൈസ്, കഴിച്ച് 4 പ്ലേറ്റ് ഫുള്ള് കഴിച്ചു. ഇനി ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു കഴിഞ്ഞു എന്ന് പറഞ്ഞു. 10 മണി വരെ ഒന്ന് പെർമിഷൻ ഉള്ളതല്ലോ. പക്ഷേ ഉള്ളത് ഫുള്ള് നമ്മള് തീർത്തിട്ടു. ഇനി അടുത്ത എന്താ പരിപാടി? തെണ്ട എന്തേ? പപ്പന്റെ കാറില് ചെരുപ്പ് പൊടി ഇട്ടിട്ട് കയറാൻ പറഞ്ഞ കാറിൽ ഇരുന്നിട്ട് എന്റെ DJ പാർട്ടി നടന്ന തന്നെ. പപ്പ സമ്മതിക്കോ? ഇല്ല. ഉള്ളിക്ക് പൊടി ആയിരുന്നുണ്ടെങ്കിൽ സൺറൂഫ് തുറക്കാൻ അയക്കാത്ത മനുഷ്യനാണ്. എന്തേ? എന്നിട്ട് പാട്ടിടും. ശരി, അവിടുന്ന് അനങ്ങൂല. ആയിക്കോട്ടെ. ഐഫോൺ പോയാലെന്താ? മോമോസ് കിട്ടിയില്ലല്ലമ്മ, ഓർമ്മിപ്പിക്കല്ലേ. അപ്പൊ ഗൈസ്, നമ്മളെ ന്യൂ ഇയർ മിക്കവാറും ബ്ലോക്കിൽ നിന്ന് തീരാനാണ് സാധ്യത. ഫുള്ള് ബ്ലോക്കാണ്. പുത്തൂരൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. കൊറേ നേരം ഇതിൽ പെട്ടിരിക്കണോ. അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ പോയിന പരിപാടിക്ക്. അത് ശരിയാണ്. ബാക്കിലുണ്ടോ ഈ ഇരുട്ടത്തിരിക്കണ ഈ ഇരുണ്ട മുഖമാണ് ജുബി. ഇതാണ് ജുബി. ചെറുത് ഉറങ്ങി. നിങ്ങൾ ഉറങ്ങിയ? പപ്പ ഒറ്റ ചോദ്യം, സൺറൂഫ് തുറക്കട്ടെ? ഇത് ഗ്ലാസ് അല്ലേ? കണ്ട പിന്നെ എന്തിനാണ് ഈ സൺറൂഫ്? എന്നാലും അവിടുന്ന് വരുന്ന ഒരു പ്രത്യേക കാറ്റുണ്ട്. പോലീസുകാർ കടർപ്പിക്കാൻ തുടങ്ങി. പോലീസുകാർ 10 മണി വരെ പെർമിറ്റ് കൊടുത്തിട്ടുള്ളൂ. ചീത്തറച്ചിൽ തുടങ്ങി. കൊടുക്ക് ചേട്ടാ 2 അപ്പൊ നമ്മുടെ കേരളത്തിലെല്ലാം തിരിച്ചാണ് സത്യം. എല്ലാ രാജ്യത്തും ന്യൂ ഇയറിനൊക്കെ ആൾക്കാർ പുറത്ത് ദുബായിലൊക്കെ നോക്കണം. ഒരു ഭയങ്കര ദുബായ് ഒന്നും വേണ്ട. അവിടെ മൈസൂര്, ബാംഗ്ലൂര് ഒക്കെ അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഇവിടെ 10 മുതൽ അടക്കണം. എല്ലാരും അടക്കണം. എന്നിട്ട് വീട്ടിൽ പോയി ഇരിക്കണം. എന്തിനെന്ന് അറിയില്ല. അല്ല, കൊറോണ ടൈമിലൊക്കെ പിന്നെ ഓക്കെ. ഇതിപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. വാട്ടവർ പോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മള് ന്യൂ ഇയർ നമ്മളെ വണ്ടിട്ടുള്ളിൽ വെച്ച് ആഘോഷിക്കും. അപ്പൊ ഗൈസ്, പോണ റോഡിലൊന്നും ലൈറ്റ് പോലും ഇല്ല. എല്ലാം ഓഫാക്കി പോലീസുകാര്. ഇനി ആരെങ്കിലും പടക്കം പൊട്ടിച്ചുമ്പോ അമിട്ട് എല്ലാരും കണ്ടോട്ടെ വെച്ചിട്ട് ഓഫാക്കിയതാണോന്ന് അറിയില്ല. എന്തായാലും ഓഫാക്കി. ഇരുട്ടത്താണ് ഞങ്ങളെ ന്യൂ ഇയർ. പപ്പ ഇരുട്ടിൽ കിടന്ന് തപ്പാണ്. പപ്പ 2 കുപ്പി വാങ്ങിച്ചാ മതിയല്ലേ? അതല്ല, 7-Upന്റെ കുപ്പി. നിന്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ന്യൂ ഇയർ ആഘോഷം ആകെ മൂഞ്ചിരിക്കുകയാണ്. അതായത് എല്ലായിടത്തും പോലീസ് അർപ്പിച്ചിരിക്കുകയാണ്. കോട്ടക്കുന്ന് പോയി അവിടുന്ന് ഞങ്ങൾ മടങ്ങി. ഇപ്പം നേരെ ഏകദേശം 11:45. അപ്പോൾ മാമൻ്റെ വീട്ടിൽ കുറച്ച് കപ്സ് ഉണ്ടായിന്. അത് അവിടെ ബാക്കിയെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷം പൂർണ്ണമായിട്ട് മൂഞ്ചിയാണ് അല്ലേ ജോ? സങ്കടായി പോട്ട്. ഫുൾ ഹർത്താലിന്റെ പ്രതിനിധി ഉണ്ടാവില്ല. അടുത്ത ന്യൂ ഇയർ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യും അല്ലേ പപ്പ? ഫുൾ പ്ലാനിങ് ആയിരിക്കും കേട്ടോ. അടുത്ത ന്യൂ ഇയർ ഞങ്ങൾ ന്യൂ ഇയർ ആക്കും. കേരളത്തിൽ നിന്ന് വിടും. അതേ നടക്കുള്ളൂ. കേരളത്തിൽ എവിടെയും 10 മണിക്ക് ശേഷം ന്യൂ ഇയർ ഇല്ലല്ലോ. അതെന്താ നമ്മൾ കേരളക്കാർക്ക് മാത്രം ന്യൂ ഇയർ ഇല്ലാത്ത? ഭയങ്കര സങ്കടമുള്ള പരിപാടി. അതെ, പപ്പന്റെ പ്രതിഷേധം പപ്പ ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു. സാറിൽ ഇനി നമ്മൾ കപ്സ് തീർന്ന് സങ്കടം തീർക്കട്ടെ, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങട്ടെ. ഗൈസ്, അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ആയി. ഹാപ്പി ന്യൂ ഇയർ. അതാ ഫോൺ ഓഫ് ആയ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ആ പപ്പ ഹാപ്പി ന്യൂ ഇയർ. അതിപ്പോ മൂഞ്ചൽ ന്യൂ ഇയർ പ്രത്യേകിച്ച് ഒന്നുമില്ല. മൂഞ്ചൽ തന്നെ വെറുതായി ഇരുത്തം.